ഈ മാക്സിമൈസേഴ്സ് എന്താണ്, സാറ്റിസ്ഫയേഴ്സ് എന്താണ്, എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാണ് അത് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്? ഒരു കാര്യത്തെ പറ്റി റിസർച്ച് ചെയ്ത് അവസാനം നമ്മൾ ടയേർഡാവും. നമ്മൾ ഈ മാക്സിമൈസറായിട്ട് ജീവിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ബേസിക്കലി പുള്ളിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ടായി. ഓക്കെ, അവസാനം അവൻ കരഞ്ഞു. പാരഡോക്സ് ഓഫ് ചോയ്സ്. ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈസ് ടു നോ വാട്ട് യു വാണ്ട്. ചോയ്സസ് ആണ് മനുഷ്യനൊരു ഒരു യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് അവൻ എത്തിക്കുന്നത്. ബുക്കിൻ്റെ പേരാണ് പാരഡോക്സ് ഓഫ് ചോയ്സസ്. യെസ്. ശ്യാം, യെസ്. നമുക്ക് ഇന്നത്തെ ബുക്ക് ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ബുക്കാന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ ആളുകൾ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് ഉറപ്പായിട്ടും. ചോയ്സസ് അതെ ആണ് നമ്മുടെ ഇന്നത്തെ പ്രതിപാദ വിഷയം എന്ന് നമുക്ക് പറയാം. ചോയ്സസിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർമ്മ വരുന്നത് ഇപ്പോഴത്തെ അബണ്ടൻസ് ആണ്. എന്തോരം ചോയ്സുകളാണ് നമുക്ക് അവൈലബിൾ എന്നുള്ള ഒരു കാര്യമാണ്. അതെനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നമുക്ക് ഗുണവും ചെയ്യുന്നുണ്ട്, അതിലേറെ ദോഷവും ചെയ്യുന്നുണ്ടെന്ന് ഇപ്പം നമ്മൾ മനസ്സിലാക്കി തുടങ്ങുന്നുണ്ട്. അതെ, സത്യം. അപ്പോൾ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇറ്റ്. ബുക്കിൻ്റെ പേരാണ് പാരഡോക്സ് ഓഫ് ചോയ്സസ്. യെസ്. ഏത് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്ന ഒരു പാർട്ടാണല്ലോ, എങ്ങനെ ശ്യാം ഈ ബുക്കിലേക്ക് എത്തി, എങ്ങനെയാണ് ഈ ബുക്ക് ശ്യാമിനെ ഇൻഫ്ലുവൻസ് ചെയ്തതെന്നുള്ളത്. നമുക്ക് അവിടെ തന്നെ തുടങ്ങാം അല്ലേ? എനിക്ക് എങ്ങനെയാണ് എത്തിയതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഞാനൊരു സമയം ആ ഒരു ദ പാരഡോക്സ് ഓഫ് ചോയ്സ് എന്ന് പറയുന്ന ആ ടൈറ്റിലായിരിക്കാം ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഓർത്തെടുക്കുമ്പോൾ. പക്ഷേ അതിനേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടായില്ല. കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഒരു ഫാമിലി ഷോപ്പിങ്ങിന് പോയിരിക്കായിരുന്നു. അപ്പോൾ മിലൻ, എൻ്റെ മോൻ 6 വയസ്സുള്ള ആള്, ഒരു ടോയ് ഷോപ്പിൽ പോയി. പുള്ളിക്ക് ടോയ് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പിള്ളേരെല്ലാവരും 2 പേരുടെ അടുത്തും ഓക്കെ എങ്ങനെ ഇഷ്ടമുള്ള ടോയ് എടുത്തോ വാങ്ങാന്ന് പറഞ്ഞു. അപ്പോൾ ഇവനെ ആദ്യം ചെന്ന് പുള്ളി കാറിൻ്റെ സെക്ഷനിലേക്ക് പോയി. പിന്നെ കാറ് ഒരെണ്ണം പുള്ളി തപ്പി കുറേ കണ്ടുപിടിച്ച് കുറേ നേരം എടുത്ത് കാർ എടുത്തു. പിന്നെ അടുത്ത സമയത്ത് ഒരു സൈക്കിളിൻ്റെ ഒരു സെക്ഷനിൽ പോയി. അങ്ങനെ നടന്ന് ബേസിക്കലി പുള്ളിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റാണ്ടായി. ഓക്കെ, അവസാനം അവൻ കരഞ്ഞു. പുള്ളിക്ക് പറ്റില്ല തീരുമാനം എടുക്കാനായിട്ട്. എന്ത് ടോയ് ആണ് വേണ്ടത് എന്നുള്ളത് പുള്ളിക്ക് എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ അത്രയ്ക്കധികം ചോയ്സസ് ഉണ്ട് പുള്ളി, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇഷ്ടം പോലെ ആവശ്യത്തിലധികം ചോയ്സസ് ഉണ്ട്. എന്തിലാണ് നമുക്ക് തീരുമാനം എടുക്കേണ്ടത് നമുക്ക് അറിയില്ല. എന്നാൽ എടുക്കണ തീരുമാനങ്ങൾ ശരിയാണോ എന്ന് നമുക്കറിയില്ല. നമ്മളൊരു തീരുമാനങ്ങൾ എടുക്കാൻ ഒത്തിരി സമയം എടുക്കണം. നമ്മളാരും എന്താ പറയുക, തിങ്കിങ് ഫാസ്റ്റ് ആൻഡ് സ്ലോ എന്ന് പറയുന്ന ബുക്കിൽ പറഞ്ഞ പോലെ ചോയ്സസ് ആണ് മനുഷ്യനൊരു ഒരു യഥാർത്ഥ ഡെസ്റ്റിനേഷനിലേക്ക് അവൻ എത്തിക്കുന്നത്. പക്ഷെ ആ ചോയ്സസ് പ്രോപ്പറായിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടല്ലോ. അപ്പോൾ അതാണ് ബേസിക്കലി ഇപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ആ ഒരു ഒട്ടനവധി ലിജിൻ പറഞ്ഞ വേർഡ് ആപ്റ്റാണ്. കാരണം അത് അബണ്ടൻസ് ഓഫ് ചോയ്സസ് ഉള്ള സമയത്ത് മനുഷ്യൻ കൺഫ്യൂസ്ഡ് ആണ്, എന്ത് ചോയ്സ് എടുക്കണം, എങ്ങനെ ചൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിനെ പറ്റി പറയാൻ ഒരു പുസ്തകമാണ് ബേസിക്കലി. എനിക്ക് ശ്യാമിന്റെ ആ ഒരു അനുഭവത്തോടെ എനിക്ക് ഒത്തിരി റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ലിജിന് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ നമ്മൾ കരിയർ എടുത്തോ, റിലേഷൻഷിപ്പ് എടുത്തോ, നമ്മൾ ഫോൺ എടുത്തോ, നമ്മൾ ഏത് സാധനത്തിലാണെങ്കിലും ഒരു ഇഷ്ടം പോലെ ചോയ്സസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് TV വെക്കുകയാണെങ്കിലും എത്രയോ ചാനലുകളുണ്ട്. ഇപ്പൊ അഥവാ നെറ്റ്ഫ്ലിക്സിൽ പോവുകയാണെങ്കിൽ അനവധി വീഡിയോസ്, കാറ്റഗറി ഓഫ് വീഡിയോസ്. അതാണ്. അപ്പോൾ നമ്മളെപ്പോഴും ഒട്ടനവധി ചോയ്സസ് നമ്മുടെ മുന്നിൽ, ഓപ്ഷൻസ് നമ്മുടെ മുന്നിൽ ഇരിക്കണതിൻ്റെ മുമ്പിൽ ബേസിക്കലി സ്റ്റക്കാണ്. ഇപ്പോൾ നമ്മൾ തന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും അല്ലെങ്കിൽ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്ന ആളുകളും ഫേസ് ചെയ്യണം മെയിൻ ഒരു പ്രശ്നം, ഈ തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. നമ്മുടെ ഷാർക്ക് ടാങ്കിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പം അതിനകത്ത് വന്ന ഒരു ആപ്പാണ് കേട്ടോ. ഈ ഭാര്യയും ഭർത്താവും അവർ കണ്ടുപിടിച്ചൊരു ആപ്പാണ്. കാരണം ഇവർ രണ്ടുപേരും കൂടെ എല്ലാ ദിവസവും ഫ്രൈഡേയിൽ സിനിമ കാണാൻ വേണ്ടി ഇരിക്കും. എന്നിട്ട് കൂടുതൽ അടിച്ച് പിരിയോ ചെയ്യുന്നത്. കാരണം ഏതാണെന്നുള്ളത് തീരുമാനിക്കാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഇവരൊരു ആപ്പ് കണ്ടുപിടിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ത്രൂ ദ വീക്ക് ഇവർക്ക് പല സമയങ്ങളിലാക്കി ഇവർക്ക് ഇഷ്ടമുള്ള മൂവീസ് ഈ ആപ്പിൽ വരും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ വരുന്ന മൂവീസിനകത്ത് പ്രൊജക്റ്റായിട്ട് വരും. അപ്പോൾ ഇവർക്ക് റൈറ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടമുള്ള മൂവി, ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം, അങ്ങനെ എന്തോ രീതിയിൽ ഫ്രൈഡേയിൽ ഈ ആപ്പ് സജസ്റ്റ് ചെയ്യും ഒരു മൂവി. കാരണം ഇവർ രണ്ടുപേരും ഇഷ്ടപ്പെട്ടു എന്ന് അതിനകത്ത് കാണിച്ച ഇതുണ്ടല്ലോ, ആ ചോയ്സിന് ഒരുമിച്ച് കൊടുക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിപ്പോൾ നമ്മൾ ഇത് പറയില്ലല്ലോ ജി, ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ലിറ്ററലി പറയുകയാണെങ്കിൽ ആ നെറ്റ്ഫ്ലിക്സും എല്ലാം അൽഗോരിതമിക് വ്യൂസ് ആണല്ലോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഏതാണ് അതിനോട് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൂവീസാണ് അത് പിക്ക് ചെയ്ത് നമുക്ക് കാണിച്ചു തരുന്നത്. അത് നമ്മളുടെ ശരിക്കും ബ്രെയിൻ ആ ഒരു തീരുമാനം എടുക്കാൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മൾ കൂടുതൽ കൺഫ്യൂസ് ആക്കാറുണ്ട് അല്ലേ. ഇതേപോലെ തന്നെ വേറൊരു ഞാൻ ഇങ്ങനെ ഒരിടത്ത് വായിച്ചാണ്, ഇപ്പോൾ നമ്മൾ ഡയറ്റ് ഇപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുന്ന ആൾക്ക് ഇപ്പോൾ ന്യൂട്രീഷൻ പ്രോപ്പർലി ചെയ്യാത്തതിൻ്റെ കാരണം ഫുഡ് അബണ്ടൻസ് ആണെന്ന് പറയുന്നത്. ചോയ്സസ് കൂടുതലായതുകൊണ്ടും നമുക്ക് കിട്ടാവുന്ന സാധനങ്ങളുടെ അളവ് കൂടുതലായതുകൊണ്ടും നമുക്ക് റെസ്ട്രിക്ട് ചെയ്യാനേ പറ്റുന്നില്ല.
എനിക്ക് തോന്നുന്നത് കറക്റ്റാണ്. ഇപ്പോൾ ലിജിൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ഒരു പണ്ടത്തെ കാലഘട്ടത്തെ അപേക്ഷിച്ചിടത്തോളം ഈ പുസ്തകത്തിൽ തന്നെ പറയേണ്ടത് ഇന്നത്തെ കാലത്ത് നമുക്ക് ചോയ്സസ് കൂടുതലാണ്. പണ്ട് ഇത്രയും ചോയ്സസ് ഇല്ല ആളുകൾക്ക്. അതുകൊണ്ട് അവർക്ക് ഏത് ചൂസ് ചെയ്യണമെന്ന് എടുക്കാൻ അധികം ബുദ്ധിമുട്ടില്ലായിരുന്നു. അപ്പോൾ ഇതിൽ തന്നെ വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്നുണ്ട്. അതായത് ഒരു ജാം വിൽക്കുന്ന ഒരു കട, ഏകദേശം 24 ടൈപ്പ് ഓഫ് ജാംസ് ഉണ്ട്. വേറൊരു കടയിലാകെ 3 തരം ജാമേ ഉള്ളൂ. ഓപ്ഷൻസ് കുറവാണ്, ചോയ്സസ് കുറവാണ്. അപ്പോൾ ഈ 2 കടകളിലും ആളുകൾ വന്ന് ഷോപ്പ് ചെയ്യണ ഒരു പാറ്റേൺ ഇവർ ഒബ്സർവ് ചെയ്തപ്പോൾ, റിസർച്ച് ചെയ്തപ്പോൾ, അപ്പോൾ 24 തരം കടകളിൽ കൂടുതൽ ആളുകൾ കയറിപ്പോയി. പക്ഷെ അതിൽ 3% ആളുകൾ മാത്രമേ ഈ സാധനം വാങ്ങിയുള്ളൂ. അന്നേരം തന്നെ ചെറിയ ഓപ്ഷൻസ് കുറവുള്ള സ്ഥലത്ത് കുറച്ച് ആളുകളെ പോയുള്ളൂ. അവർ ഏകദേശം 35% പേര് അതിൽ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കൂടുമ്പോൾ ആളുകൾ നമുക്ക് ഡിസിഷൻ എടുക്കണില്ല. നമ്മൾ ബിസിനസ്സിലൊക്കെ പറയുന്ന ഒരു കാര്യമാണല്ലോ, 3 ചോയ്സ് കൂടുതൽ കൊടുക്കരുതെന്ന് കസ്റ്റമേഴ്സിന്. ഇറ്റ്സ് വെരി റെലവെന്റ്. അപ്പോൾ ഈ ചോയ്സുകളുടെ അപ്പുറ സൈഡിലിരിക്കുന്ന ഒരാളുണ്ട്, ചോയ്സ് ചെയ്യുന്നവർ. അപ്പോൾ ഈ ബുക്കിന്റെ ഏത് ടൈപ്പ് ഓഫ് വേ ഓഫ് കാറ്റഗറൈസിങ് ആയാലും there will always be a category of people. So ഇതിനകത്തും 2 category of people ഉണ്ട്. ഒന്ന് മാക്സിമൈസേഴ്സ് ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് സാറ്റിസ്ഫയേഴ്സ്. ഓക്കെ, ഈ മാക്സിമൈസേഴ്സ് എന്താണ്, സാറ്റിസ്ഫയേഴ്സ് എന്താണ്, എങ്ങനെയാണ് ആളുകൾ എങ്ങനെയാണ് അത് കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത്? മാക്സിമൈസേഴ്സ് എന്ന് പറഞ്ഞപ്പോൾ ലിജിൻ പറഞ്ഞ പോലെ അവരുടെ ഒരു തീരുമാനം എടുക്കുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ് അവർ ഇതിനെ ആളുകളെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ തീരുമാനം എടുക്കുന്ന ഇപ്പോൾ ആ ഒരു മാക്സിമൈസേഴ്സ് എന്ന് പറയുന്ന ആളുകൾക്ക് അവർക്ക് ഒത്തിരി ചോയ്സസ് വേണം. അവർക്ക് സ്ട്രെയിറ്റ് അവേ ഒരു കാര്യത്തിൽ ഇതാണ് അതാണോ വേണ്ടതെന്ന് തീരുമാനിക്കാൻ അവർക്ക് അറിയില്ല. അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഫോൺ വാങ്ങാൻ പോവുകയാണെങ്കിൽ ആ ഫോൺ ഏത് ടൈപ്പ് ഓഫ് ഫോൺ വേണോ, അല്ലെങ്കിൽ അത് തന്നെ അവർക്കൊരു 10 കാറ്റഗറി ഉണ്ടാവായിരിക്കാം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഉണ്ടാവായിരിക്കാം. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡ് സെലക്ട് ചെയ്യുന്നു. പിന്നെ അത് ഏത് കടകളിൽ നിന്ന് കിട്ടാന്ന് ഒത്തിരി കമ്പാരിസൺ ഉണ്ടാവാം. ആ പ്രോസസ്സ് കോംപ്ലിക്കേറ്റഡ് ആക്കും. അപ്പോൾ അവരിങ്ങനെ പല രീതിയിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പല രീതിയിലും, കാരണം അവർക്ക് പേടിയാണ് നമുക്ക് ബെറ്റർ ചോയ്സ് മിസ്സാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നടന്നിട്ടാണ് അവർ ആ തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി അത്രയും റിസർച്ച് ചെയ്തെടുക്കുന്ന ആൾ വെരി ഡിലേഡ് ആയിട്ട് അവർക്ക് തീരുമാനങ്ങൾ എടുക്കാം. പക്ഷെ അവർ എടുത്തു കഴിയുന്ന തീരുമാനത്തിൽ അവർ സംതൃപ്തരല്ല, അവർ റിഗ്രറ്റ് ചെയ്യും ആ എടുക്കുന്ന തീരുമാനത്തിൽ. അത്രയും എക്സ്റ്റെൻറ്റീവ് റിസർച്ച് എടുക്കണം. കാരണം റിസർച്ച് കഴിഞ്ഞിട്ടും തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടും അവർ വീണ്ടും വറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയ്യോ ഇനിയിപ്പോൾ അത് ഞാൻ എടുത്ത തീരുമാനം തെറ്റായോ, അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻസ് എവിടെയുണ്ടോ. അപ്പോൾ ആ ഒരു ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ട് ലൈഫ് ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ ഒരു മാക്സിമൈസേഴ്സ് എന്ന് പറഞ്ഞ ആളുകളിൽ വരുന്നത്. ചിലർ അവരെ വേദനിപ്പിക്കാനായിട്ട് വേണ്ടി പറയുകയും ചെയ്യും. അതെ, അത് കാരണം നമുക്കറിയാം പേഴ്സണലി അങ്ങനെ ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു കോമൺ ഫ്രണ്ട് അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും കളിയൊക്കെ പറയാറുണ്ട്, അവനൊരു സ്ഥലത്ത് നിന്ന് സാധനം വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് പോയി മേടിക്കാം. കാരണം റിസർച്ച് പുള്ളി ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അതിൽ ഓവർ തിങ്ക് ചെയ്യാണ്ടിരുന്നവരല്ലേ. പിന്നെ അടുത്ത ഗ്രൂപ്പ് ഓഫ് ആളുകളാണ് സാറ്റിസ്ഫൈസേഴ്സ് എന്ന് പറയുന്നത്. അവരെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ റിയലി നോ വാട്ട് ദേ വോണ്ട്. അവർ ഒത്തിരി ചോയ്സസിലേക്കും കോംപ്ലിക്കേഷൻ ഒന്നും ആക്കില്ല. അവർ ചിലപ്പോൾ കടയിൽ പോകും, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവർക്ക് ബിഫോർ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ അവർ ഏകദേശം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും എന്താണ് അവർക്ക് വേണ്ടത്. ഇപ്പം നമ്മൾ ആ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ ലിജിൻ. ഇപ്പം ഈവൻ ഒരു സർവീസ് ആയിക്കോട്ടെ, വാട്ട് എവർ ദ ഡിസിഷൻ ദേ ടേക്ക്, ദേ ഹാവ് എൻ ഓപ്ഷൻ, ദേ ഹാവ് എ പ്ലാൻ. അവർ സ്ട്രൈറ്റ് അവേ ചെന്ന് എടുത്ത് അവർ തീരുമാനം എടുക്കും. അപ്പോൾ ഇതിൽ ഈ ബുക്ക് തന്നെ പറയണത് ഇങ്ങനെ തീരുമാനം എടുക്കണം. ആ സാറ്റിസ്ഫൈസേഴ്സ് ജനറലി അവർ ഹാപ്പിയാണ്. അങ്ങനെ ക്വിക്കായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്ന ആളുകളാണെങ്കിൽ പോലും അവരങ്ങനെ ഡോണ്ട് ഫ്രസ്ട്രേറ്റ് ആൻഡ് ദേ ഡോണ്ട് ഓവർ തിങ്ക്. ദേ ആർ പ്രിറ്റി ഹാപ്പി വിത്ത് അവരുടെ ഒരു ഡിസിഷൻസിൽ. ഒത്തിരി ഫേസുകൾ മുഖത്തേടെ 2 സൈഡിലുള്ള രീതികൾ പോയി. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതലൊക്കെ എൻ്റെ മനസ്സിൽ വന്ന കാര്യങ്ങളൊക്കെയാണ് ഈ മൊബൈൽ മേടിക്കാൻ പോകുന്ന ആളുകളൊക്കെ മേടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി ചിന്തിക്കാതെ, ചിലവർ ഒത്തിരി ചിന്തിച്ച് മേടിക്കും, ഒരു ചിന്തിക്കുക. കാരണം ഇത് ഒരു ലോങ് ടേം സാധനം കൂടി ആയതുകൊണ്ട് നമുക്ക് അത് ആ കോംപ്ലിക്കേഷൻസ് കൂട്ടുമ്പോൾ ഇപ്പം നമ്മളൊരു ഇപ്പോൾ ഇത് മാത്രമല്ല, ഇപ്പോൾ മൊബൈൽ മാത്രമല്ല, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്കൊരു കരിയർ ചോയ്സ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈവൻ കുറച്ചൊരു മീഡിയം ലെവലുള്ള തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ വരെ വെരി കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കാതെ പോകുന്ന എത്രയോ ആളുകളുണ്ട്. അതെ, ഞാൻ എപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നൊരു സുഹൃത്താണ്, എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സുഹൃത്താണ്. അപ്പം ഞങ്ങൾ +2 കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടി ഏത് കോഴ്സ് എടുക്കുന്ന അറിയാൻ വേണ്ടി പുള്ളി ഒറ്റയടിക്ക് തീരുമാനം എടുത്തു. അപ്പം ഞാൻ ചോദിച്ചു, നീ എങ്ങനെയാണ് ഈ കോഴ്സ് എടുത്ത് തീരുമാനിച്ചതുണ്ട്? ഒന്നുമില്ല, അപ്പുറത്തെ വീട്ടിലെ ചേട്ടന് ഇതെടുത്തു, അപ്പം നല്ലതായിരിക്കും, അതുകൊണ്ട് സോ ഈസി, ലൈക്ക് ഹി വാസ് റിലാക്സ്ഡ്. ഇപ്പം എന്ത് ചെയ്യുന്നു ചോദിക്കരുത് കേട്ടോ, ആൾക്ക് മനസ്സിലായി. മാക്സിമൈസേഴ്സിൻ്റെ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അവരെപ്പോഴും സ്ട്രെസ്ഡ് ആയിരിക്കും എന്നുള്ളതായിരിക്കും ആണോ? അപ്പം നമ്മൾ ഒരു തീരുമാനം എടുക്കാൻ കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ അതിൽ തന്നെ ഒരു ഡിസിഷൻ പാരാലിസിസ് എന്ന് പറയാം. നമ്മൾ ആ ഒരു അനാലിസിസ് പാരാലിസിസ് എന്ന് പറഞ്ഞ ഒരു അവസ്ഥയുണ്ടല്ലോ. ഒരു കാര്യത്തെ പറ്റി റിസർച്ച് ചെയ്ത് അവസാനം
കാരണം നമ്മൾ ടയേർഡ് ആവും, നമ്മൾ ഫെഡപ്പ് ആവും, നമ്മൾ ബേൺ ഔട്ട് ആവും. അപ്പം അങ്ങനെ ആ ഡിസിഷൻ എടുക്കാതെ പോകേണ്ട അവസ്ഥകളുണ്ടാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യം പറഞ്ഞ നെറ്റ്ഫ്ലിക്സ് തന്നെ പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഏതാണ് കാണേണ്ടതെന്ന് അറിയാൻ നമ്മൾ തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ചിലപ്പോൾ നമ്മൾ TV കാണാമെന്ന് വിചാരിച്ച 1 മണിക്കൂർ ചിലപ്പോൾ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കും, എവിടെ എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഇപ്പം ഏതൊരു തീരുമാനത്തിനാണെങ്കിലും ദർ ഇസ് എ കോസ്റ്റ്. ഇറ്റ്സ് കോൾഡ് അല്ല, ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ ഇന്ന് എടുക്കേണ്ട തീരുമാനം അടുത്ത മാസം എടുക്കണമെങ്കിൽ ആ ഒരു മാസത്തിന് ഒരു കോസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ടൈം കോസ്റ്റ് ഉണ്ട്, അതിനൊരു വാല്യൂ കോസ്റ്റ് ഉണ്ട്. ആ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഭയങ്കര അപകടമായിരിക്കും. കാരണം ഇങ്ങനെ നീണ്ട് തീരുമാനം എടുക്കുന്ന ആളുകൾക്ക്. പിന്നെ ഇപ്പം ഇത്തരം ആ മാക്സിമൈസേഴ്സ് പറയാനാണെങ്കിലും അവർ കൂടുതലൊരു ഹയർ എക്സ്പെക്ടേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളായിരിക്കും. കാരണം അവർ കുറേ ചോയ്സസ് ഉണ്ടല്ലോ. അപ്പോൾ ഹയർ എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ കുറേ ചോയ്സസ് ഉള്ളത് കൊണ്ട് ദേ വോണ്ട് ടു ബി പെർഫെക്റ്റ്. ആ ഒരു പെർഫെക്ഷനിസം അവർക്ക് അപകടത്തിലുണ്ടാകാം എന്നാണ് പറയണത്. കാരണം പിന്നെ നമ്മളിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടും നമ്മൾ തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മൾ ആ ഒരു സെൽഫ് ബ്ലെയിം ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടുതലാണ്. പിന്നെ അവരുടെ ആ ഒരു ടെൻഡൻസി ആണല്ലോ, ദേ ഓൾവേസ് ലുക്ക് ബാക്ക്, ലുക്ക് ഫോർ ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ അവർക്ക് ആ ഒരു റിഗ്രറ്റ് അവരിൽ കൂടുതലാണ്. അറ്റ് എൻഡ് ഓഫ് ദി ഡേ ദേ ലീഡ് എ pretty much unhappy life എന്നാണ് പറയണത്. ഇങ്ങനത്തെ ഒരു കാര്യമുള്ള അങ്ങനെയുള്ള ആളുകൾ. പക്ഷെ നമ്മൾ ഈ മാക്സിമൈസ് ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? മാക്സിമൈസ് ആയിട്ട് ജീവിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ചില ഡിസിഷൻസ് അവർക്ക് നല്ലതായിട്ട് തോന്നാം, പക്ഷെ സ്റ്റിൽ അവർ ആ ഒരു പാരഡോക്സ് ഓഫ് ചോയ്സിൻ്റെ ഒരു വിക്ടിംസ് ആണെന്നാണ് ഈ ബുക്ക് പറയണത്. കാരണം നമുക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കാൻ അതിൻ്റെതായ സ്ട്രാറ്റജിയും അതിൻ്റെതായ ഒരു പ്ലാനും വി നീഡ് ടു മേക്ക് റൈറ്റ് ഡിസിഷൻസ്. പക്ഷേ നമ്മളിങ്ങനെ ഒരു ഓവർ റിസർച്ച് ചെയ്ത് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്ത് ഓവർ സ്ട്രെസ്ഡ് ആയിട്ട് ഡിസിഷൻ എടുക്കുന്നതിനേക്കാളും ബെറ്റർ നമ്മൾ ആ രണ്ടാമത് പറഞ്ഞ സാറ്റിസ്ഫൈസേഴ്സ് ടൈപ്പ് ഓഫ് ഡിസിഷൻസ് ആണെന്നാണ് ഓതർ റെക്കമെൻഡ് ചെയ്യണത്. അപ്പോൾ അല്ല, ഞാൻ ചോദിക്കാനുള്ള കാരണം നമ്മളിപ്പം ചില കാര്യങ്ങളിൽ നമുക്ക് നന്നായിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നൊക്കെ. കാരണം ഇതിൽ ഒരു സംഭവം പറഞ്ഞിട്ട്, ഇപ്പം ഇത്തരം ആളുകൾ ദേ യൂഷ്വലി എൻഡ് അപ്പ് ഗെറ്റിംഗ് ഹൈ പെയ്ഡ് ജോബ്സ്. അവർക്ക് കിട്ടുന്ന ഇൻകം കൂടുതലായിരിക്കും, പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ദേ മേ നോട്ട് ബി ഹാപ്പി ഇൻ വാട്ട് ദേ ഡു. ഞാൻ ഇത്ര എത്തിയാ പോരാ എന്നുള്ള ഫീലിംഗ് ഉണ്ടാവാം. ചിലപ്പോൾ അവർ ദേ pretty much unhappy ആണ്, അല്ലെങ്കിൽ ഒരു അൺസാറ്റിസ്ഫൈഡ് ആണ്. അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ലൈഫാണ് അത്തരം ആളുകൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ. എന്നാൽ അപ്പുറത്തുള്ള ആളുകളാണെങ്കിൽ അത്ര ഹയർ പെയ്ഡ് ഇൻകം അല്ലെങ്കിലും ദേ ആർ ഹാപ്പി വിത്ത് ദെയർ ചോയ്സ്, അല്ലെങ്കിൽ അവരെടുത്ത തീരുമാനത്തിൽ അവർ ഹാപ്പിയാണ്. ഇപ്പോൾ ഈവൻ ദോ ഇൻകം കുറവൊക്കെ ആണെങ്കിലും അവർ ജനറലി ദേ ലിവ് എ ഹാപ്പി ലൈഫ്. കുറച്ച് വർഷം മുമ്പ് വരെ ഞാൻ അങ്ങനെ ഒത്തിരി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഇങ്ങനെയുള്ള ആളുകളിലും അങ്ങനെയുള്ള ആളുകൾ കൂട്ടുകൂടാൻ എളുപ്പമാണല്ലോ. ഞാൻ അങ്ങനെയുള്ള പരസ്പരം കൂട്ടുകൂടാൻ എളുപ്പമാണ്. ഞാൻ കണ്ടിരുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേ ആർ പ്രിറ്റി ഹാപ്പി അബൌട്ട് വാട്ട് ദേ ഡൂയിങ്. എന്നൊക്കെ വെച്ചാൽ അങ്ങനെയല്ല, ആ റിസർച്ച് പാർട്ടുണ്ടല്ലോ, അതവർ ഭയങ്കരമായിട്ട് എങ്ങനെ എലിവേറ്റ് ചെയ്യാം. പക്ഷെ ഇതിൽ വേറെ കാര്യം, നമുക്ക് ഇപ്പം നമ്മൾ തന്നെ അറിയുന്ന ആളുകളെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പുറമേ അവർ ഹാപ്പി ആയിട്ട് തോന്നാം, പക്ഷെ ഇവരുടെ പ്രോസസ്സ് നടക്കുന്നത് ഇന്റേണലി ആണ്. അപ്പോൾ ഇവർക്ക് കാരണം അവർ സ്ട്രെസ്ഡ് എപ്പോഴും. കാരണം ഒരു തീരുമാനം കഴിഞ്ഞാൽ അടുത്ത തീരുമാനം വരി നിൽക്കുന്നുണ്ടാവായിരിക്കും. കാരണം ഇത് അത്രയും റിസർച്ച് ചെയ്തിട്ട് വേണമല്ലോ അതെടുത്ത് തീർക്കാനായിട്ട്. പിന്നെ പുറകെ പറഞ്ഞിട്ടുണ്ട് അതിനെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഓരോ തീരുമാനങ്ങൾക്കും അവരൊക്കെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളാണ് അവർ സ്ട്രഗിൾ ചെയ്യും. ഇപ്പോൾ ഒരു വീടൊക്കെ പണിയാണെങ്കിൽ ഓരോ സാധനങ്ങൾ ഇവർ തന്നെ തീരുമാനിക്കണമെങ്കിൽ അതിൽ റിസർച്ച് ചെയ്തൊരു ഇറ്റ്സ് ലൈക്ക് എ പ്രൊജക്ട് ഫോർ ദോസ് പീപ്പിൾ. നമ്മൾ ഈ ഒരു ഫിനോമിൻ ലൈക്ക് പാരഡോക്സ് ഓഫ് ചോയ്സ്, ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടിയിട്ട് ഏറ്റവും അത്യാവശ്യം എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈസ് ടു നോ വാട്ട് യു വാണ്ട്. അതെ അല്ലേ, നമുക്കൊരു ചോയ്സിനെ ഏറ്റവും നാരോ ഡൗൺ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് പെർഫെക്റ്റ്ലി ഇതാണ് എനിക്ക് വേണ്ടതെന്നുള്ള ഇതിലേക്ക് വരുമ്പോഴാണല്ലോ. അല്ലെങ്കിൽ ഒരു വസ്തുവിൽ നിന്ന് എന്താണ് എനിക്ക് വേണ്ടത് എന്ന ക്ലാരിറ്റി നമുക്ക് കൊണ്ടാകുമ്പോഴാണല്ലോ. വെൻ യു ചൂസ് ഇറ്റ്സ് ഓൾവേസ് സംതിങ്, ഒരു തിങ് ആണ്. നമ്മൾ ലൈക്ക് ഇറ്റ്സ് ഇമോഷൻസ് ഓർ വാട്ട് എവർ യു ഡു ഇറ്റ്, ഇറ്റ്സ് എവറിത്തിങ്, ഇറ്റ്സ് എ തിങ്. അതാണോ അതാണോ ഇതിൻ്റെ ഒരു ബേസിസ്? എനിക്ക് തോന്നുന്നത് അത് ഇറ്റ്സ് മോർ ലൈക്ക് ഹാവിങ് എ ക്ലാരിറ്റി. അപ്പം നമ്മളിങ്ങനെ പറയില്ലേ, യു നീഡ് ടു നോ വാട്ട് യു നീഡ്സ് ആൻഡ് യു വാണ്ട്സ് ആർ. അപ്പം നമ്മൾ ആഗ്രഹിക്കുന്നതും ആയിരിക്കില്ല ചിലപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. മനസ്സിലായില്ലേ? ചിലപ്പോൾ നമുക്ക് ആവശ്യം ഉണ്ട്, നമ്മുടെ നീഡും വാണ്ടും തമ്മിൽ രണ്ട് വ്യത്യാസമുണ്ട്. ഇപ്പം നമുക്ക് ചിലപ്പോൾ ഒരു കാര്യം, ചിലപ്പോൾ ഒരു മെറ്റീരിയൽ നമുക്ക് വേണമെന്ന് തോന്നുന്നുണ്ടായിരിക്കും, പക്ഷെ അത് നമുക്കൊരു ആവശ്യമായില്ലായിരിക്കും. ആ ഒരു കോംപ്ലക്സിറ്റി ഉണ്ടല്ലോ. പക്ഷെ അത് നമുക്ക് ഇത്തിരി കൂടിയും നമ്മളോട് തന്നെ സംസാരിക്കാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടാൻ ഇത്തിരി കൂടി എളുപ്പം ഉണ്ടായിരിക്കും. അപ്പം അത് എന്താ പറയുക, അപ്പം നമ്മൾ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ വി നോ, എൻ്റെ ഒരു പാറ്റേൺ ഓഫ് തിങ്കിങ് ഇങ്ങനെയാണ്, ഞാനൊരു ഡിസിഷൻ എടുക്കാൻ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ആളാണെന്ന് നമുക്കൊരു തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ ദേ ലിറ്ററലി ടേക്ക് എ സ്റ്റെപ്പ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. ഓക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ
കുറച്ചും കൂടി ഇങ്ങേ സൈഡിൽ എനിക്ക് അങ്ങനെ ഒരു സാധനം വാങ്ങാൻ അത്ര കോംപ്ലിക്കേറ്റഡ് ആവണ ആളൊന്നുമല്ല. ഇപ്പോൾ ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ റിയലി വാണ്ട്. ഇപ്പോൾ നമ്മളൊരു ഫോൺ മേടിക്കുകയാണെങ്കിലും ഇപ്പോൾ എനിക്കറിയാം എനിക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവാം, അല്ലെങ്കിൽ എൻ്റെ റിക്വയർമെൻറ്റ് എനിക്ക് അറിയണ്ടാവാം. ഇപ്പോൾ നമുക്ക് അല്ലാണ്ട് ഇപ്പോൾ ഞാനൊരു 250 GB അല്ലെങ്കിൽ ഒരു 125 GB ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും 500 GB ആവശ്യമില്ല. അത് നമുക്ക് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ റിക്വയർമെൻറ്റ്സ് നമുക്കറിയാം, അതിനുള്ള ആവശ്യമില്ല സാധനമല്ല നമ്മൾ മേടിക്കേണ്ടത്. ഞാനത് ഓർത്തപ്പോഴും ഒരു കാര്യം ഓർമ്മ വന്നപ്പോൾ ഞാനൊരു ഫ്രണ്ടിനെ പോയിട്ട് ഒരു ഇൻ്റർനെറ്റിൻ്റെ പാക്കേജ് മേടിക്കാൻ വേണ്ടിയിരിക്കും. അപ്പം എന്നോട് പറയുന്ന ഒരു കാരണമാണ്. അപ്പോൾ നമ്മൾ യൂസ് നോക്കുമല്ലോ എത്രയാണെന്നുള്ളത്, അപ്പോൾ ഏത് പാക്കേജ് എടുക്കുന്നത്. അപ്പോൾ യൂസ് കഴിഞ്ഞപ്പോൾ 100 GB യൂസ് ചെയ്യുന്നുള്ളൂ ഒരു മന്തിൽ. അപ്പം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ എൻ്റെ പാക്കേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 100 GB ഉണ്ട്, പിന്നെ ഒരു 200 GB അങ്ങനെയുള്ള വേറൊരു പാക്കേജ് ഉണ്ട്. 200 GB ഇത് നമ്മൾ ഏതാണ്ട് $10 വ്യത്യാസമേ ഉള്ളൂ. അവരൊരു ഓഫറും കൊടുക്കുന്നുണ്ട് ഈ 200 GB ഇത്രയും കുറേ 6 മാസത്തായിട്ട് ഇത്രയും പൈസ ഉള്ളൂ എന്ന്. അപ്പോൾ ആൾ പറയുന്നത് നമുക്ക് 200 GB എടുക്കുന്നത്. ഞാൻ 200 GB എടുത്തിട്ട് എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ 100 GB മാക്സിമം യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ 200 GB എന്നാലും മറ്റതാണ് ലാഭം എന്ന്. അത് കോംപ്ലിക്കേറ്റഡ് ആവുക അതിനകത്തോട്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം. അപ്പം ഞാൻ അതിൻ്റെ ഒരു പ്രതിഭാസം പറഞ്ഞാണ് നമ്മുടെ റിക്വയർമെന്റ് അറിയാത്തതുകൊണ്ടായിരിക്കല്ലോ, നമ്മുടെ ആവശ്യം പോവാണെങ്കിൽ. പിന്നെ there are options for anything. നമ്മൾ ഏത് സാധനം എടുക്കുകയാണെങ്കിലും അതിനെല്ലാം അൺലിമിറ്റഡ് ഓപ്ഷൻസ് ഉണ്ട് ഈ ലോകത്ത്. നമ്മൾ എത്ര ചെറിയ സംഭവം തൊട്ട് എത്ര വലിയ സംഭവം എടുക്കുകയാണെങ്കിലും നമുക്ക് എന്തിനോ ഓപ്ഷൻ. ഇപ്പോൾ ഒരു ഭക്ഷണം കഴിക്കണം ലിജിന് ഒരു സിറ്റിയിലാണെങ്കിൽ ഇപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കും, നമ്മൾ നിൽക്കണ സിറ്റിയിൽ 1-2 റെസ്റ്റോറൻറ്റ് ഉള്ളൂ എന്ന് വയ്ക്കാം, നമുക്ക് തീരുമാനം എടുക്കാൻ എളുപ്പമാണ്. വി വിൽ പിക്ക് നമ്മുടെ ഇത്തിരി കൂടി നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ. അന്നേരം അവിടെ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലാണെങ്കിൽ നമ്മൾ സിറ്റി പോയി കഴിഞ്ഞാൽ ചുരുങ്ങിയതൊരു 20 ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്, 20 കൺട്രി ഫുഡ് കിട്ടും. അപ്പോൾ അതിൽ നമുക്ക് ഇന്ത്യൻ ചൂസ് ചെയ്യാം. ഓക്കെ, ഇന്ത്യൻ ഇഫ് യു ഡിസൈഡ് ടു ഇന്ത്യൻ, അതിലും ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ട്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ഹൈദരാബാദി, തെലുങ്ക്, അങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആണ്. പക്ഷേ അന്നേരം അത് നമ്മൾ വീണ്ടും കോംപ്ലിക്കേഷൻ ആക്കുകയാണ്, നമ്മൾ കൺഫ്യൂസ്ഡ് ആവുകയാണ്, നമ്മളൊരു ഓവർവെൽംഡ് ആവുകയാണ്. ഈവൻ ഒരു ചെറിയ ഡിസിഷൻ ആണെങ്കിൽ പോലും, പ്രത്യേകിച്ചും ഒരു മാക്സിമൈസർ ടൈപ്പ് ഓഫ് ഡിസിഷൻ എടുക്കുന്ന ആളാണെങ്കിൽ തീർന്ന്. നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ആളാണ് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. കാരണം നമുക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ആളുകൾ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നു, ചോയ്സസിന് വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്ന ആളാണെങ്കിൽ ഡു യു തിങ്ക് ദ ബെസ്റ്റ് വേ ടു ഡു എന്നുള്ളത്, നമ്മളൊരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ റൈറ്റ് ഡൗൺ വാട്ട് ദേ വാണ്ട്. ലൈക്ക് എന്താണ് എനിക്ക് ഇതിൽ നിന്ന് എന്താണ് വേണ്ടതെന്നുള്ളതല്ല, വാട്ട് ദേ വാണ്ട്. ഇപ്പോൾ ഈ ഒരു സാധനത്തിൽ നിന്നല്ല, ഇതിൻ്റെ ഉപയോഗം, ഞാൻ ഇത് എന്താണ് സോൾവ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് കറക്റ്റായിട്ട് എഴുതുക. ആ ക്ലാരിറ്റിയിൽ നിന്ന് ചോയ്സിലേക്ക് നോക്കുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും തോന്നുന്നു. ഇപ്പോൾ ഒന്ന് നമുക്ക് അതിനേക്കാളും ഐ പേഴ്സണലി വുഡ് സേ ലൈക്ക് പറയാം, ഇപ്പോൾ ഒന്ന് നമുക്കൊരു സാധനം ആഗ്രഹിക്കാനായിട്ട് നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല. ഇപ്പോൾ നമുക്കൊരു ഫൈനാൻഷ്യലി ഒരു മാറ്ററായിട്ട് എടുക്കാം, ചിലപ്പോൾ ഒരു പീക്കായിട്ട് എടുക്കാം. ഇപ്പോൾ എനിക്ക് ഇത്ര ബഡ്ജറ്റ് ഉള്ളതാണ്, ഇത്ര ബഡ്ജറ്റാണ് ഞാൻ ഇന്ന സാധനത്തിന് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. ഐ തിങ്ക് ദാറ്റ് ഈസ് എ വൈസ് വേ. എന്നിട്ട് നമുക്ക് അതിലുള്ള സംഭവങ്ങൾ നോക്കാം. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് എന്താണ് ക്ലാരിറ്റി ഇല്ലാത്ത ആളുകൾക്ക് നമ്മൾ എക്സ്പെക്ടേഷൻ കൂടുതൽ, മോർ ചോയ്സസ് ഉള്ള ആളുകൾക്ക് ദേ എക്സ്പെക്ട് എ ലോട്ട്. നമ്മളൊരു പെർഫെക്റ്റ് ഐറ്റം നമ്മുടെ റിക്വയർമെന്റ് ആവശ്യമുള്ളത് ഉണ്ടാവില്ല. നോട്ട് ജസ്റ്റ് നമ്മളൊരു ഫോൺ എന്ന് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ലൈഫ് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിലും, ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഇതേപോലെ ഒരു കൊച്ചി എൻ്റെ നാട്ടിൽ നിന്ന് വിളിക്കുകയാണ്. അപ്പോൾ അവർ +2 കഴിഞ്ഞ് ഒരു കോഴ്സ് ചെയ്യണം. ഒരു പുള്ളിക്കാരി പറഞ്ഞത് ഒരു 6-7 മാസം ഏത് കൺട്രിയിലേക്ക് പോകണമെന്ന് തീരുമാനം എടുക്കാൻ പറ്റാണ്ട് സമയം കളഞ്ഞു എന്ന് പറഞ്ഞു. ദെൻ ദേ ഡിസൈഡഡ് ടു കം ടു ഓസ്ട്രേലിയ. അപ്പോൾ എന്ത് കോഴ്സ് എടുക്കണമെന്ന് പിന്നെ അറിയില്ല. കൺട്രി എടുത്തു കഴിഞ്ഞിട്ടാണ് കോഴ്സ് എടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് യൂണിവേഴ്സിറ്റി ഏത് സ്ഥലത്ത് വേണമെന്ന് അറിയണത്. ഇതെല്ലാം കഴിഞ്ഞ് തീരുമാനങ്ങളെടുത്ത് പൈസ എല്ലാം അടച്ചു കഴിഞ്ഞ് ഇപ്പോൾ ആലോചിച്ചു, വേറെ ആരോടെ അടുത്ത് റാൻഡം സംസാരത്തിൽ അവർ പറഞ്ഞു ഈ കോഴ്സ് അത്ര നല്ലതല്ല തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവാണ്. അതിൽ വേറെ ഓപ്ഷൻ ഇല്ല, ഷീ കനോട്ട് ഗോ ബാക്ക്. കോഴ്സ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ ഇല്ല. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ നമ്മൾ അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നമുക്ക് ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്ത കൊണ്ടാവാം ചിലപ്പോൾ അങ്ങനെ. ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ട്രിക്കിയാണ് അത്തരം സിറ്റുവേഷനുകളിലെല്ലാം. പക്ഷേ സ്റ്റിൽ ഇന്നത്തെ ലോകത്ത് ഒത്തിരി അവസരങ്ങളുണ്ട്. ആരെ പറയാറുള്ള പോലെ നമുക്ക് ഇതിൽ ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞ പോലെ നമുക്ക് പണ്ടത്തെ കാലത്ത് ചോയ്സ് എന്ന് പറഞ്ഞ ഫ്രീഡം ആയിരുന്നു. ഇന്ന് ഫ്രീഡം അല്ല, ഇന്ന് ഇറ്റ്സ് ലൈക്ക് എ ബേർഡൻ. യെസ്, ട്രൂ. അതെ, ആളുകൾ മാക്സിമൈസേഴ്സ് ആണോ അല്ലെങ്കിൽ നമ്മൾ ഇത് സാറ്റിസ്ഫയേഴ്സ് ആണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ടു ലുക്ക് ഇൻ ടു ദെംസെൽഫ് അല്ലേ. ഐ തിങ്ക് ഇപ്പോൾ ലാസ്റ്റ് ഒരു 3 എടുത്ത അല്ലെങ്കിൽ ഒരു കഴിഞ്ഞ 6 മാസത്തിനുള്ള എടുത്ത ഏറ്റവും വലിയ 3 തീരുമാനങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുവാണെങ്കിൽ അതിന് എടുത്ത സമയവും അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് എന്ന് ചിലപ്പോൾ അവർക്ക് തന്നെ അനലൈസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കറിയാം അവരുടെ ഒരു പാറ്റേൺ ഓഫ് ടേക്കിംഗ് എ ഡിസിഷൻ എങ്ങനെയാണെന്നുള്ളത് അല്ലേ. അതെ, ഇപ്പം അവരതിന് സ്ട്രഗിൾ ചെയ്യും
ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ദ ബെസ്റ്റ് വേ ഇസ് ടു സ്ലോലി മൂവ് ഔട്ട് ഓഫ് ഇറ്റ്. നമ്മൾ ഓരോ ചെറിയ ചെറിയ തീരുമാനങ്ങൾ മറ്റേ രീതിയിൽ എടുക്കുക, ഒത്തിരി ചോയ്സസ് ചെയ്യാതെ നമ്മൾ എടുത്ത് നോക്കുക എന്നുള്ളതാണ്. It says like, you know, always bring it down to 3 choices. നമ്മൾ ഒരു ഓവർ എക്സ്പെക്ട് ചെയ്യാണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമുക്ക് ഒരു അൺനെസസറി ഇൻഫർമേഷൻ കളക്ട് ചെയ്യാണ്ട്. ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ ഗിവ്സ് യു എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് എവറിത്തിങ്. ഇപ്പോൾ നമ്മളൊരു കാര്യം ഇൻസ്റ്റയിലോ വേറെ എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കിട്ടും. നമ്മൾ വീണ്ടും കോംപ്ലിക്കേഷൻ ആവുള്ളൂ. ഐ തിങ്ക് നമ്മളുടെ ഒരു പരിധിക്ക് നിന്നിട്ട് ഐ തിങ്ക് ഇപ്പോൾ ഈ വർഷം നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞൊരു വാക്ക് ചിലപ്പോൾ നോ യുവർ റിയാലിറ്റി എന്നുള്ളതായിരിക്കും. ആ ഒരു പ്രിൻസിപ്പിൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്ന ആ ഒരു പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്ന ബുക്കിൽ പറഞ്ഞ നോ യുവർ റിയാലിറ്റി. നമ്മളുടെ റിയാലിറ്റി എന്താണെന്ന് അറിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് എടുക്കുന്ന ഡിസിഷൻ, അല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന ഡിസിഷൻ ഫ്രെയിം വർക്കൊക്കെ ഉപയോഗിച്ച് ഇപ്പോൾ നമുക്കൊരു ഇന്റേണൽ റൂൾ സിസ്റ്റം അല്ലെങ്കിൽ ഇന്റേണൽ പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് വൈസർ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഈസിയർ ടു മേക്ക് ലൈഫ് ചോയ്സസ് അല്ലേ. ഐ തിങ്ക് ദി ബിഗിനിങ് പോയിന്റ് ഈസ് ടു നോ യുവർ സെൽഫ്. സത്യം, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു. ഐ തിങ്ക് എല്ലാത്തിൻ്റെയും ഒരു സ്റ്റാർട്ടും ഒരു എൻഡും അവിടെ ആയിരിക്കണം എന്നാണ്. ഐ തിങ്ക് ദാറ്റ് ഈസ് എ വേ. അപ്പോൾ നമുക്ക് നമ്മളറിയാമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചോയ്സസോ ഡിസ്ട്രാക്ഷനോ ഒന്നും നമ്മൾ അഫക്ട് ചെയ്യുന്ന സംഭവങ്ങളല്ല. ദാറ്റ്സ് ട്രൂ. ശ്യാം, വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലത്ത് അത് ആളുകൾക്ക് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷനും കൂടിയാണ്. സോ നിങ്ങൾ എന്താണ് നിങ്ങളുടെ വേ ഓഫ് എന്താ പറയുക, ഹൗ ഡു യു ചൂസ്? സാറ്റിസ്ഫയർ ഓർ മാക്സിമൈസർ? സാറ്റിസ്ഫയർ ആണ് യെസ് എന്ന് കമന്റ് ചെയ്യുക, മാക്സിമൈസർ ആണ് എം എന്ന് കമന്റ് ചെയ്യുക. ആരെ ഏറ്റവും കൂടുതൽ നമുക്കറിയാലോ. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. നമുക്ക് തോന്നുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും ഡിസ്കസ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ടോപ്പിക്കാണിത്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്താൽ മതി, ഞങ്ങൾ ലിങ്ക് അയച്ചു തരാം. ലെറ്റ്സ് ഗ്രോ ടുഗെദർ ഇൻ ദ ഗ്രൂപ്പ്. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. സോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഹൗ വി ഗ്രോ, യു ഗ്രോ, എവരി. അതെ, ഇപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഉപകാരം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം. ഉറപ്പായിട്ടും. അപ്പോൾ താങ്ക് യു. അപ്പോൾ അടുത്ത ബുക്കായിട്ട് ഞങ്ങൾ വരുന്നവരെ സീ യു. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. വി വിൽ ബി വെരി ഗ്രേറ്റ്ഫുൾ ഇഫ് യു ക്യാൻ ഡു ദാറ്റ്. താങ്ക് യു.